ബന്ധുനിയമന വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇ.പി. ജയരാജനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് കെപിസിസി അധ്യക്ഷൻ വി.എം. സുധീരൻ ആവശ്യപ്പെട്ടു. ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് നിയമനം നടന്നിരിക്കുന്നതെന്നും സുധീരൻ പറഞ്ഞു. ജയരാജന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ ധാർമ്മികത നഷ്ടപ്പെട്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. വിവാദ നിയമനത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ്. ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത സംഭവമാണെന്നും VS പോലും സർക്കാരിന് എതിരായെന്നും കെപിസിസി അധ്യക്ഷൻ വി.എം. സുധീരൻ പറഞ്ഞു. സത്യപ്രതിജ്ഞാലംഘനവും സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് ജയരാജന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും ജയരാജനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. ഇത് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നടപടിയാണ്, അധികാര ദുർവിനിയോഗമാണ്, അക്ഷരാർത്ഥത്തിൽ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വ്യവസായ മന്ത്രി ഇ.പി. ജയരാജനെ തൽസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ തയ്യാറാകണം. ഇത് ഏതെങ്കിലും പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമല്ലെന്നും ശാസന പോലുള്ള പൊടിക്കൈകൾ നടത്തി ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളതെന്നും സുധീരൻ വ്യക്തമാക്കി. ജയരാജന് മന്ത്രിസ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മികത നഷ്ടപ്പെട്ടുവെന്നും വിഷയം വിജിലൻസ് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. 13-ാം വകുപ്പിലെ 1D അനുസരിച്ചും 15-ാം വകുപ്പ് അനുസരിച്ചും മന്ത്രി കുറ്റക്കാരനാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തെളിയിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ആ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം BJPയും പ്രതിഷേധം ശക്തമാക്കുകയാണ്. വിവാദ നിയമനത്തെ കോടതിയിൽ നേരിടാനാണ് BJPയുടെ തീരുമാനം. പാർട്ടി വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം കോടതിയിലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എത്തണം എന്ന് BJPക്ക് ആഗ്രഹമുണ്ട്. ഈ പൂജാവധി കഴിഞ്ഞുകൊണ്ട് തന്നെ കോടതിയിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ മുമ്പോട്ട് നീക്കണമെന്നാണ് പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നത്. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.